നമസ്കാരം. പണത്തിന് മീതെ പരുന്തും പറക്കില്ല, അല്ലെങ്കിൽ ആൾ സ്വാധീനമുണ്ടെങ്കിൽ എവിടെയും എന്തും നടക്കും. പറഞ്ഞു വരുന്നത് ഫിഫയിലുണ്ടായ രാഷ്ട്രീയ സ്വാധീനത്തെ കുറിച്ചാണ്. ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിലെ ഇന്നേ വരെ കേട്ടുകേൾവിയില്ലാത്ത കടുത്ത രാഷ്ട്രീയ ഇടപെടലുകൾക്കാണ് കായിക ലോകം സാക്ഷ്യം വഹിച്ചത്. അമേരിക്കൻ താരം ഫ്ലോറാരിൻ ബലോഗന്റെ ചുവപ്പ് കാർഡ് ശിക്ഷ റദ്ദാക്കാൻ ഫിഫ എടുത്ത അസാധാരണമായ തീരുമാനം യൂറോപ്യൻ ഫുട്ബോൾ സംഘടനയിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കി. എന്നാൽ ഈ യൂറോപ്യൻ കോലാഹലങ്ങൾക്കിടെ യാതൊരു കുലുക്കവുമില്ലാത്ത നിലപാടിലാണ് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയുടേത്. അതായത് അമേരിക്കയും ബെൽജിയവും തമ്മിലുള്ള നിർണായകമായ പ്രീ ക്വാർട്ടർ മത്സരത്തിന് തൊട്ടു മുമ്പാണ് നാടകീയമായ തീരുമാനം വന്നത്. ബോസ്നിയക്കെതിരായ മത്സരത്തിൽ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായ അമേരിക്കയുടെ സൂപ്പർ താരം ബലോഗന് ഫിഫ നിയമപ്രകാരം അടുത്ത മത്സരത്തിൽ വിലക്ക് നേരിടേണ്ടതായിരുന്നു. എന്നാൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് ഫിഫ പ്രസിഡന്റിനെ വിളിച്ചു സ്വാധീനം ചെലുത്തിയതോടെ ഈ വിലക്ക് എന്ത് ചെയ്തു? അപ്രത്യക്ഷമായി. ഇപ്പോ ഫുട്ബോളിലെ കടുത്ത യൂറോപ്യൻ പക്ഷപാതത്തെയും കുത്തകയെയും തകർക്കുക എന്നത് ഇൻഫാന്റിനോയുടെ കുറച്ചു കാലമായി പിന്തുടർന്ന തന്ത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് യുവേഫയുടെ യൂറോപ്യൻ മാധ്യമങ്ങളോടെയുള്ള വിമർശനങ്ങൾ ഇൻഫാന്റിനോ ഭയപ്പെടുത്തുന്നില്ല. യൂറോപ്പിന് പുറത്തേക്ക് ഫുട്ബോളിന്റെ സാമ്രാജ്യം വ്യാപിപ്പിക്കുകയും പുതിയ സാമ്പത്തിക ശക്തികളെ കൂടെ നിർത്തുകയുമാണ് അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇൻഫാന്റിനോയ്ക്കുള്ള അടുത്ത സൗഹൃദം പരസ്യമാണ്. കഴിഞ്ഞ ലോകകപ്പ് നറുക്കെടുപ്പിനിടെ ട്രംപിന് ഫിഫ പീസ് പ്രൈസ് നൽകിയത്, അതായത് ആദരിച്ചതും ഇൻഫാന്റിനോയുടെ കൃത്യമായ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായിരുന്നു. ലോകകപ്പിന്റെ വലിയൊരു വിപണിയായ അമേരിക്കയെയും അവിടുത്തെ ഭരണാധികാരിയെയും പിണക്കാൻ ഇൻഫാന്റിനോ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് മറുവശത്ത് ഫിഫയുടെ ഈ നടപടിക്കെതിരെ യുവേഫ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. ഫിഫ എല്ലാ പരിധികളും ലംഘിച്ചുവെന്നും കായിക രംഗത്തെ സുതാര്യതയെ ഇത് ബാധിക്കുമെന്നും യൂറോപ്യൻ ഫുട്ബോൾ അധികൃതർ തന്നെ ആരോപണം ഉന്നയിക്കുകയാണ്. ഏതായാലും മുൻ ലിവർപൂൾ പരിശീലകൻ യൂർഗേഗൻ ക്ലോപ്പ് അടക്കമുള്ള പ്രമുഖർ ഇതിനെ ഭ്രാന്തൻ തീരുമാനം എന്നാണ് വിശേഷിപ്പിച്ചത്. ഫുട്ബോളിന്റെ അന്തസ് ഇല്ലാതാക്കുന്നതാണ് ട്രംപിന്റെ ഇടപെടലെന്ന് മുൻ ഫിഫ പ്രസിഡന്റ് സെപ്പ് ബ്ലാസ്റ്റർ തുറന്നടിച്ചു. ഏതായാലും രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായാൽ അംഗരാജ്യങ്ങളെ സസ്പെൻഡ് ചെയ്യുന്ന പതിവ് ശൈലി ഫിഫ ഇവിടെ അങ്ങ് മറന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ 8 വർഷത്തിനിടെ പാകിസ്ഥാനെ 3 തവണയാണ് സർക്കാർ ഇടപെടലിന്റെ പേരിൽ ഫിഫ വിലക്കിയത്. എന്നാൽ അമേരിക്കയുടെ കാര്യത്തിലാകട്ടെ ഫിഫ ഡിസിപ്ലിനറി കോഡിലെ 27ാം വകുപ്പ് ഉയർത്തിക്കാട്ടി ട്രംപിന്റെ ആവശ്യത്തിന് വഴങ്ങിക്കൊടുക്കുകയായിരുന്നു. ഇൻഫാന്റിനോയുടെ ഈ ധൈര്യത്തിന് പിന്നിൽ വരാനിരിക്കുന്ന ഫിഫ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് തന്നെയാണ്. എന്തായാലും യൂറോപ്യൻ രാജ്യങ്ങളുടെ വോട്ടുകൾ മാത്രം പോരാ ഫിഫ തലപ്പത്ത് തുടരാൻ എന്ന് ഇൻഫാന്റിനോയ്ക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് ആഫ്രിക്ക, ഏഷ്യ, കോൺഗോ, കാഫോ മേഖലയിലെ രാജ്യങ്ങൾ പൂർണ്ണമായ പിന്തുണ നിലവിൽ ഇൻഫാന്റിക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് യൂറോപ്പിൽ നിന്നുമുള്ള ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾ അദ്ദേഹത്തിന്റെ കസേരയ്ക്ക് യാതൊരുവിധ ഭീഷണിയും ഉണ്ടാകില്ല. കൂടാതെ ഫിഫ പുതുതായി അവതരിപ്പിച്ച ക്ലബ് ലോകകപ്പും 2030, 2034 ലോകകപ്പ് വേദികളുടെ വികേന്ദ്രീകരണവുമെല്ലാം ഇൻഫാന്റിനോയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നവ കൂടിയാണ്. എന്തായാലും സൗദി അറേബ്യ പോലുള്ള വമ്പൻ സാമ്പത്തിക ശക്തികളുമായി ഫിഫ കൈകോർത്തു കഴിഞ്ഞു. പണക്കൊഴുപ്പും വിപണി സാധ്യതകളും നിർണ്ണയിക്കുന്ന ആധുനിക ഫുട്ബോളിൽ യൂറോപ്പിന്റെ പഴയ ആധിപത്യം നഷ്ടമായി കൊണ്ടിരിക്കുകയാണ്.